ഏപ്രിൽ മാസം 27 തൊട്ട് 30 വരെ നമ്മുടെ മൂവാറ്റുപുഴ നെസ്റ്റിൽ വെച്ച് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ധ്യാനം നടക്കുന്നുണ്ട്. ടീൻസ് റിട്രീറ്റ് ജീസസ് യൂത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്നതാണ്. ഇന്നലെ ഒരു അമ്മ എന്നോട് പറഞ്ഞു, വെച്ചാൽ എൻ്റെ കൊച്ചിനോട് ഈ ധ്യാനത്തിന് പോകാനൊന്ന് പറയാമോ, ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അപ്പം ഞാൻ ഇന്ന് കൊച്ചിനെ വിളിച്ചിങ്ങനെ ഉപദേശിക്കുകയാണ്, അവനെ ചുമ്മാ വെറുതെ വീട്ടിലിരിക്കുമല്ലേ, റീൽസൊക്കെ കണ്ട് വെറുതെ സമയം കളയുന്നത്, ഒരു 3-4 ദിവസത്തെ കേസല്ലേ ഉള്ളൂ, ധ്യാനത്തിനൊന്ന് പോകും. ഞാൻ ഇങ്ങനെ പറഞ്ഞതിൻ്റെ ഫലമായിട്ട് കൊച്ചു പറഞ്ഞു, അച്ഛാ ഞാൻ ഈ ധ്യാനത്തിന് പോകുന്നില്ല, ഞാൻ വേറെ എവിടെയെങ്കിലും പൊക്കോളാം ധ്യാനത്തിന്, പക്ഷേ ഈ ധ്യാനത്തിന് പോകുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്താ ഈ ധ്യാനത്തിന് പോയ കുഴപ്പം? അപ്പോൾ കൊച്ചനോട് പറയാണ്, ഞാൻ അമ്മയോട് പറഞ്ഞു പോയില്ല എന്ന്, ഇനി അത് മാറ്റി പറയാൻ പറ്റത്തില്ല എന്ന്. അമ്മയോട് പോകില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരുന്ന കൊച്ചിന് ഇനി അത് മാറ്റി പറയാനായിട്ടൊരു ബുദ്ധിമുട്ട്. ചുരുക്കി പറഞ്ഞാൽ ഈഗോ സമ്മതിക്കുന്നില്ല, അത്ര തന്നെ. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയുന്നുണ്ട്, ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു എന്നുള്ളത്. വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സ്നേഹത്തിന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്നുള്ളത്. ജീവൻ കൊടുക്കുന്ന സ്നേഹം. ജീവൻ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഒന്ന് വിട്ടുകൊടുക്കാനെങ്കിലും ശ്രമിച്ചുകൂടെ, അല്ലേ? പലപ്പോഴും നമുക്കൊക്കെ പറ്റുന്ന പ്രശ്നം അതാണ്. ഒന്ന് തോറ്റു കൊടുക്കാനായിട്ട്, ഒന്ന് വിട്ടുകൊടുക്കാനായിട്ട്, ഒന്ന് എളിമപ്പെടാനായിട്ട് പലപ്പോഴും പറ്റുന്നില്ല എന്നുള്ളത്. നല്ല ഇടയനായ ഈശോ ഇന്ന് നമ്മോട് പറയുന്നൊരു കാര്യമുണ്ട്, നീയും ഒരു നല്ല ഇടയനായിട്ട് മാറണം എന്നുള്ളത്. അതെങ്ങനെയാണ്? നമ്മുടെ അനുദിന ജീവിതത്തിലെ ചെറിയ ചെറിയ സംഭവങ്ങളിലൊക്കെ ഒന്ന് തോറ്റു കൊടുക്കാനായിട്ട്, ഒന്ന് വിട്ടുകൊടുക്കാനായിട്ട്, എളിമപ്പെടാനൊക്കെ ആയിട്ട് നമ്മൾ തയ്യാറാകണം. ഒരുപക്ഷെ നമ്മുടെ അമ്മയുടെ മുമ്പിലായിരിക്കാം, അല്ലെങ്കിൽ പപ്പയുടെയോ കൂട്ടുകാരുടെയോ നമ്മുടെ സ്നേഹിതരുടെയോ സഹോദരങ്ങളുടെയൊക്കെ മുമ്പിലായിരിക്കാം. ഒന്ന് എളിമപ്പെടാനായിട്ട് എനിക്ക് പറ്റിയാൽ നീയും നല്ല ഇടയനാണ്